ഹായ് ഡേ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ളത് മിനിയൂട്ടിയിലുള്ള മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് ഇല്ല കേട്ടോ. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 20 രൂപ വരുന്നത് കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അങ്ങനെ 80 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറി. ഞങ്ങൾ വന്ന സമയം ഏകദേശം മഗ്‌രിബിന് ശേഷം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇരുട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ അതുകൊണ്ട് ക്ലിയർ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇവിടെ പുതിയ വന്ന ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കേബിൾ കാർ, അതുപോലെ ബോട്ടിൽ ചലഞ്ച്, പിന്നെ അണ്ടർ വാട്ടർ അക്വേറിയം, അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് എൻട്രൻസ് ആയിട്ട് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം ഇക്കായും പൊന്നും മിന്നും കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും മോനും പുറത്ത് നിന്ന്. എനിക്ക് ഇങ്ങനത്തെ 3D ഫിലിം അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും കയറില്ല. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ തന്നെ അതുപോലെ ഒരു ഡോറും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടുത്തെ ഉള്ളിൽ കയറുമ്പോൾ എൻട്രൻസിൽ ഒരാളുണ്ടാവില്ല, അവരോട് ഞാൻ ചോദിച്ചു ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവരാന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടി ഉള്ളിൽ. അപ്പോൾ ഇതുപോലെ നടന്നു പോകുന്നിടത്ത് ഒരുപാട് നമ്മളെ പേടിപ്പെടുത്തുന്ന കുറച്ച് രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് ഹൊറർ ഹൗസിൽ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. മക്കളെ സംഭവത്തിൽ സത്യമായിട്ട് പേടിച്ചു. അതിൻ്റെ തൊട്ടടുത്തനായിട്ടാണ് നമ്മളെ അണ്ടർ വാട്ടർ അക്വേറിയം വരുന്നത് കേട്ടോ. അക്വേറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതുപോലെ ഒരുപാട് മീനുകളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുഞ്ഞു കുഞ്ഞ് അലങ്കാര മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മീനുകളുണ്ട്. പക്ഷെ ഒന്നിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പേര് പറയാനും അറിയുന്നില്ല. ഇതിന് അകത്തോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഒരാൾക്ക് 100 രൂപ തന്നെയാണ്. പക്ഷെ 100 രൂപക്കൊക്കെ വെർത്താണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലാന്നും പറയാം. പക്ഷെ അങ്ങനെ ഒരുപാട് വെർത്തും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് കണ്ടിട്ട് തോന്നുന്നതാണോ എന്താന്നുള്ളത് അറിയില്ല. എന്തായാലും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോ അതിനൊക്കെ നോക്കിയേ, ഇതിൻ്റെയൊക്കെ പേരെന്താണോ എന്തോ അറിയാവുന്നവരെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കണ്ടൊരു മത്സ്യം നോക്കി തലയിലൊരു ബോളൊക്കെ വെച്ചിട്ട് ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാകുന്നേ ഇല്ല കേട്ടോ. ഓരോ മീനുകൾ അല്ലേ. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു വാട്ടർഫാൾസിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു പോണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. കുറേ പാറക്കല്ലിൻ്റെ മേലെ നിന്ന് വെള്ളമൊക്കെ ചാടിയിട്ട് ഒരു കോയി ഫിഷ് പോണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉള്ള ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് നേരെ എൻ്റെ തൊട്ടടുത്തത് ഒരു ട്യൂബിൻ്റെ അകത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അലങ്കാര മത്സ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മളെ അണ്ടർ വാട്ടർ ടണലിലോട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് മീനുകളും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ ഒരേ തരത്തിലുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അരാപൈമ അങ്ങനെയുള്ളതിനൊക്കെ കണ്ടു. ഞങ്ങൾ ചെന്ന സമയത്തൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ മാത്രം ഉള്ളായിരുന്നു ഇതിൻ്റെ അകത്തൊക്കെ. വേറൊന്നും ഹൊറർ ഹൗസിൽ അതുപോലെ നമ്മളെ അക്വേറിയത്തിലൊന്നും ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ മിനിയൂട്ടിയിൽ വേറൊരു പാർക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പോയ അന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം അന്ന് ഞങ്ങൾ അവിടെയും കൂടിയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം അപ്പോൾ അതെടുത്തിട്ട് കുറേ ദിവസമായതുകൊണ്ട് പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ അണ്ടർ വാട്ടർ ടണൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സിറ്റിൻ്റെ വഴിയിലൂടെ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നമ്മളെ കേബിൾ കാർ. ഇതിന് ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം, അല്ലാത്തവർക്ക് എടുക്കാതിരിക്കാം. എന്നിട്ട് എടുക്കാമല്ലോ അല്ലേ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഇതിൽ കയറി കേട്ടോ. ഇതിൻ്റെ ഫൺ ടൈം എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്താ പേരെന്ന് എനിക്കറിയില്ല. ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് അതിൽ 3D എഫക്റ്റ്, അതിനനുസരിച്ച് നമ്മൾ മൂവ് ആവും എന്നാണ് പറയുന്നത്. അതല്ല ഇക്ക പറഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ.
അപ്പോൾ 2 ആളുകൾ 2 സൈഡിലുണ്ട്. അഥവാ എന്തെങ്കിലും പറ്റിയിട്ട് താഴത്തോട്ട് വീണാലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അവരവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ അതിൻ്റെ അടുത്ത് ചിലവഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ മോന് കാറിൽ കയറണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഇതിന് 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്ന അത്യാവശ്യം എല്ലാത്തിനും നല്ല ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിന് 100 രൂപ ഉള്ളത് വെട്ടിക്കുറച്ചിട്ട് 30 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുതുതായി വന്ന പാർക്കിലാണ് ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് കേട്ടോ. അന്നത്തെ ദിവസം അതൊക്കെ ഫ്രീ ആയിരുന്നേ, പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാത്തതിലൊക്കെ ഞങ്ങൾ കയറി. അപ്പോൾ മോന് ഭയങ്കര കരച്ചിലായിരുന്നുണ്ട്. പിന്നെ ഇക്കായും കയറിയിരുന്നു കേട്ടോ. അപ്പോൾ 3 പേര് ഇരുന്നു. കുറച്ച് സമയം ഫൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഞാനും മോളും പുറത്തിരുന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലുള്ള ആള് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവും. അങ്ങനെ മോനെ ഭയങ്കര കരച്ചിലായി ഇടയ്ക്ക് വെച്ച് എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ അടച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.